ഹായ്. അപ്പോൾ ഇന്ന് വന്നത് നമ്മൾ കളർ കോമ്പിനേഷൻ തിയറീസിലുള്ള ബാക്കിയുള്ള 5ഉം 6ഉം 7ഉം പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുന്നേ ഉള്ള 4 കോമ്പിനേഷൻസ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബേസ് എന്നുള്ളതൊക്കെ പ്രീവിയസ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കയറി കാണണേ. അപ്പം 5th വൺ എന്ന് പറയുന്നത് ട്രയാഡിക് ആണ്. ഇതിൽ കളർ വീൽ ബേസ് ചെയ്തുകൊണ്ടായതുകൊണ്ട് തന്നെ അതിൽ ഒരേ ഡിസ്റ്റൻസിലുള്ള 3 കളേഴ്സ് ചൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രയാഡിക് കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റെഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ സെയിം ഡിസ്റ്റൻസിലുള്ള ബ്ലൂ യെല്ലോ ആണ് ചൂസ് ചെയ്യുക. ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ പർപ്പിൾ അങ്ങനെയാണ് വരിക. ഇത് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈൻസൊക്കെ ചെയ്യുന്നവർക്കും പിന്നെ കിഡ്സ് വെയറിനും വളരെ ആപ്റ്റാണ്. ആൻഡ് 6th വൺ എന്ന് പറയുന്നത് ഡബിൾ കോംപ്ലിമെൻ്ററി ആണ്. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട് ടെട്രാഡിക്. ഇത് എന്ന് പറഞ്ഞാൽ ഡബിൾ കോംപ്ലിമെൻ്ററിന്ന് നമ്മൾ പേര് പറയുന്ന പോലെ തന്നെ 2 കോംപ്ലിമെൻ്ററീസ് കമ്പൈൻ ചെയ്തുകൊണ്ട് വരുന്നതാണ്. എക്സാമ്പിളായിട്ട് റെഡ് ഗ്രീന് ഉള്ള കോംപ്ലിമെൻ്ററി കൂടാതെ ബ്ലൂ ഓറഞ്ച് എന്നുള്ള കോംപ്ലിമെൻ്ററിയും അങ്ങനെ 4 കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബോൾഡ് പാറ്റേൺസ് ആണ് ഈ ഒരു കോമ്പിനേഷനിൽ ക്രിയേറ്റ് ചെയ്യാറ്. ആൻഡ് 7th വൺ എന്ന് പറയുന്നത് ന്യൂട്രൽ കളേഴ്സാണ്. നമ്മൾ ഈ കളർ വീലിൽ ഇല്ലാത്ത കളേഴ്സാണ് ബ്ലാക്കും വൈറ്റും. അപ്പം ഈ ബ്ലാക്കും വൈറ്റും കമ്പൈൻ ചെയ്തിട്ടൊക്കെ വരുന്ന ഗ്രേ, പിന്നെ എർത്തി കളറായിട്ടുള്ള ബ്രൗണിൻ്റെ ലൈറ്റർ ഷെയ്ഡായിട്ടുള്ള ബേജ്, ഈ കളേഴ്സൊക്കെ ന്യൂട്രൽ കളേഴ്സാണ്. അപ്പം അത് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കളർ കോമ്പിനേഷൻസാണ് ഈ ഒരു കോമ്പിനേഷനിൽ വരിക. അതായത് ബ്ലാക്ക് പ്ലസ് ഗോൾഡ് അങ്ങനെയുള്ള കോമ്പിനേഷൻസൊക്കെ, ബ്രൗൺ പ്ലസ് ബേജ്, വൈറ്റ് പ്ലസ് ഗ്രേ, ഇത്തരം കോമ്പിനേഷൻസാണ് ഈ ഒരു 7th കോമ്പിനേഷനിൽ അണ്ടറിൽ വരിക. ഇനി നമ്മൾ പറയുന്നത് കോമ്പിനേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊരു 5 കാറ്റഗറീസ് വരുന്നുണ്ട്. സ്കിൻ ടോൺ, ഏജ് ഗ്രൂപ്പ്, ഒക്കേഷന്, ഫാബ്രിക്കിൻ്റെ ടെക്സ്ചർ, പിന്നെ ലൈറ്റും ഡാർക്കും ബാലൻസ്. അപ്പം ഇത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഓരോന്നും ഓരോ വീഡിയോസായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത്തരം ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ്സസൊക്കെ അവൈലബിൾ ആണല്ലോ ഓൺലൈനിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.